അങ്ങനെയുള്ള സംഘടനകൾ കുറേയൊക്കെ കടലാസ് സംഘടനകളാണ്. ശരിക്കും പ്രവർത്തിക്കുന്ന സംഘടനകൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും സംഘടനകളല്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തികളുമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളുടെ പ്രവാസി സമൂഹത്തിനിടയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിലും പലരും ഭൂരിപക്ഷവും ശരിക്കും പറയുകയാണെങ്കിൽ കുറേയൊക്കെ പബ്ലിസിറ്റിയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ യാതൊരു പബ്ലിസിറ്റിയും ഉദ്ദേശിക്കാതെ ശരിക്കും സേവന തൽപരരായിട്ട് തന്നെ അർപ്പണ മനോഭാവത്തോടുകൂടി വർഷങ്ങളോളം പ്രവർത്തിച്ചു വരുന്ന വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ അബ്ദുള്ള മൂപ്പൻ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി ഐഡിയാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ് ആൻഡ് അക്കൗണ്ടന്റ് സൊസൈറ്റി അവരുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന 3 വ്യക്തികൾ, സാമൂഹ്യ സേവനത്തിലുള്ള 3 വ്യക്തികൾക്കുള്ള അവാർഡും 2 സംഘടനകൾക്കുള്ള അവാർഡും നൽകുകയുണ്ടായി. ഈ അവാർഡുകൾക്കുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നതിന് ഈ സാമൂഹ്യ സേവകരുടെ ഇടയിലും സംഘടനകളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന പ്രഗത്ഭരും പ്രശസ്തരുമായ പത്രപ്രവർത്തകർ 5 പേരെയാണ് ജൂറികളായി തിരഞ്ഞെടുത്തിരുന്നത്. പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയ നോമിനേഷനുകൾ അവർക്ക് സമാഹരിച്ചു കൊടുക്കുകയും അവർ തിരഞ്ഞെടുത്ത വ്യക്തികളെയും സംഘടനകളെയും ഈ കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി വർണ്ണശബളമായ ഒരു ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. അതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, ഈ 6 അവാർഡുകളിൽ 3 എണ്ണവും മലയാളികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഡോക്ടർ അബ്ദുള്ള മൂപ്പൻ അതിൽ അവാർഡ് ലഭിച്ച, വ്യക്തിപരമായിട്ടുള്ള സേവനത്തിനുള്ള അവാർഡ് ലഭിച്ച ഒരാളാണ്. പിന്നെ MPM മുനാവർ അദ്ദേഹത്തിന് അർഹനാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും വളരെ കാലം തുടരുവാനും നമ്മളെല്ലാം അദ്ദേഹം നയിക്കുവാനും നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുവാനും സർവേശ്വരൻ അദ്ദേഹത്തിന് ദീർഘായുസ്സവും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ ഉപഹാരം അന്നത്തെ അവാർഡ് ഈ ചടങ്ങ് ഒരു പക്ഷേ സൗദി അറേബ്യ എത്തുക എന്ന് തോന്നരുത്. ഡോക്ടർ അബ്ദുള്ള മൂപ്പനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രശംസിക്കുമ്പോൾ ഞാനൊരു 1970-കളുടെ അവസാനം ഒരു 79-80 കാലത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക്. ഞാൻ മഞ്ചേരി NSS കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിലേക്ക് ബസ്സിൽ പോകുമ്പോൾ മഞ്ചേരി എത്തുന്നതിന് മുൻപ് ഒരു വലതുഭാഗത്തെ ഒരു വീട്, അന്നത്തെ കാലത്തെ ഒരു നല്ല ഒരു ടെറസ് വീടാണ്, ഒരു വാടക വീടാണ് തോന്നുന്നത്. അവിടെ ഡോക്ടർ അബ്ദുള്ള മൂപ്പൻ, ഡോക്ടർ ഫൗസിയ എന്നുള്ള ബോർഡ് ശ്രദ്ധിച്ചിരുന്നു. ഈ പേരിലുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം. അബ്ദുള്ള മൂപ്പൻ എന്ന് കാണുമ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ഞാൻ അന്ന് കണ്ടിട്ടില്ല, ഇവിടെ വന്നിട്ടാണ് കണ്ടത്. അങ്ങനെ ഡോക്ടർ അബ്ദുള്ള മൂപ്പൻ, ആ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീട്, ആ വീട്ടിന്റെ നെയിം പ്ലേറ്റ് അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ, നേരെ താഴെ ശ്രീധരൻ നായരുടെ ജൂനിയേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന മുഹമ്മദ് കുട്ടി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. പിന്നെ ഈ മുഹമ്മദ് കുട്ടിയാണ് മമ്മൂട്ടിയായത്. I am thankful to the President of Kala Sahiti, its founder president, and Mr. Opia Kuti, for the kind sentiments expressed here. The ideas, the organization of doctors, engineers, accountants, and architects came out with this idea, and the main person behind it, I'm very happy to say that it is Mr. Opia Kuti.